ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് വളരെ എളുപ്പത്തിൽ സിമ്പിളായിട്ട് നമുക്ക് വെളുത്തുള്ളി തൊലി കളയുന്ന വീഡിയോ ആണ്. അപ്പോൾ ഈ ഒരു രീതിയിൽ നമുക്ക് വെളുത്തുള്ളി തൊലി കളയാൻ വളരെ ഈസിയാണ്. നമുക്ക് കത്തിയൊന്നും ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. അതേപോലെ തന്നെ നമുക്ക് എത്ര കിലോ വെളുത്തുള്ളി വേണമെങ്കിലും ഈ ഒരു രീതിയിൽ ഒരു സമയത്ത് തന്നെ നമുക്ക് ഒരുപാട് വെളുത്തുള്ളി തൊലി കളഞ്ഞെടുക്കാനും കഴിയും. അപ്പോൾ നമുക്ക് അച്ചാറൊക്കെ ഇടാൻ വേണ്ടിയിട്ട് എത്ര കിലോ വെളുത്തുള്ളി വേണമെങ്കിലും നമുക്ക് ഈ ഒരു രീതിയിൽ തൊലി കളഞ്ഞെടുക്കാം. അപ്പോൾ അത്രയ്ക്ക് സിമ്പിളാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും, അതേപോലെ തന്നെ ഈ ഒരു വീഡിയോ യൂസ്ഫുള്ളായി തോന്നുന്നുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഞാൻ വെളുത്തുള്ളി തൊലി കളയാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു 1/2 കിലോ വെളുത്തുള്ളിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഞാൻ വീഡിയോ തുടങ്ങുന്നതിന് മുമ്പായിട്ട് തന്നെ പറയട്ടെ, നമ്മൾ കുറഞ്ഞ വെളുത്തുള്ളി തൊലി കളയുന്ന രീതിയല്ല കാണിക്കുന്നത്. ഒരു 1/2 കിലോ 1 കിലോ മുതൽ നമുക്ക് എത്ര കിലോ വെളുത്തുള്ളി വേണമെങ്കിലും തൊലി കളയാം. ഒരു 5 കിലോ 10 കിലോ ഒക്കെ നമുക്ക് ഈ ഒരു രീതിയിൽ തന്നെ തൊലി കളയാൻ പറ്റും. ഈ ഒരു വെളുത്തുള്ളി തൊലി കളയാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യം തന്നെ ചെയ്യുന്നത്, ഒരു ന്യൂസ് പേപ്പർ എടുത്തിട്ട് അതിലേക്ക് നമ്മുടെ വെളുത്തുള്ളി ഓരോന്നായിട്ട് വെച്ച് കൊടുത്തിട്ട് ഒന്ന് അടർത്തി ഇടുന്നുണ്ട്. അപ്പോൾ ഈ ഒരു വെളുത്തുള്ളി പെട്ടെന്നൊന്ന് അടർന്ന് കിട്ടാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ചതക്കാൻ നമ്മൾ ഉപയോഗിക്കുന്ന ഈ ഒരു കല്ല് വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഇടിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ മുകൾ ഭാഗത്താണ് ഇതേപോലെ ഒന്ന് തട്ടി കൊടുക്കുന്നത്. അതപ്പോൾ തന്നെ നമ്മുടെ ആ ഒരു വെളുത്തുള്ളി നമുക്ക് ഈസി ആയിട്ട് അടർത്തിയെടുക്കാൻ കഴിയും. അപ്പോൾ ഓരോന്നിനും ഒരു 2 കൊട്ട് കൊടുത്താൽ നമുക്ക് ഈസി ആയിട്ട് അടർത്തിയെടുക്കാം. അപ്പോൾ ഞാൻ ഈ ഒരു വെളുത്തുള്ളിയൊക്കെ അതേപോലെ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഒരു വെളുത്തുള്ളി എല്ലാം ഇതേപോലെ അടർത്തി എടുത്തിട്ടുണ്ട്. അപ്പോൾ വേണമെങ്കിൽ ഇതേപോലെ കൈ വെച്ചിട്ടും ഇങ്ങനെ ഒന്ന് ആക്കി കൊടുക്കാം. അപ്പോൾ ഇനി നമുക്ക് ഈ ഒരു വെളുത്തുള്ളി ഒരു മുറത്തിലേക്കോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു മൂടിയിലേക്കോ മാറ്റാം. അപ്പോൾ നന്നായിട്ട് പരത്തിയിടാൻ പാകത്തിനുള്ള ഒരു പാത്രത്തിലേക്കാണ് മാറ്റി കൊടുക്കുന്നത്. ഇനി നമുക്ക് ഈ ഒരു വെളുത്തുള്ളി നന്നായിട്ടൊന്ന് വെയിൽ കൊള്ളിച്ചെടുക്കാം. ഒരു അരമണിക്കൂറെങ്കിലും നന്നായിട്ടൊന്ന് വെയിൽ കൊള്ളിച്ചെടുക്കാം. അപ്പോൾ നമ്മളതിൽ കൂടുതലായിട്ട് വെളുത്തുള്ളിയൊക്കെ ഉണ്ടെങ്കിൽ നമുക്കൊരു ചാക്ക് വിരിച്ചിട്ടൊക്കെ നമുക്ക് പരത്തി ഇട്ട് കൊടുക്കാം. പരത്തി ഇട്ടിട്ട് വെയിൽ കൊള്ളിച്ചെടുക്കണം. അപ്പോൾ അരമണിക്കൂർ നന്നായിട്ട് വെയിൽ കൊണ്ടിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു വെളുത്തുള്ളി ഇതേപോലൊരു ചാക്കിലേക്കാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ നന്നായിട്ട് വെയിൽ കൊള്ളിച്ചിട്ടുള്ള വെളുത്തുള്ളി നമുക്ക് ഈ ഒരു ചാക്കിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ വെയിലത്ത് വെച്ചിട്ടുള്ള വെളുത്തുള്ളി ചാക്കിലിട്ടിട്ട് ആ ചാക്കൊന്ന് കൂട്ടി പിടിച്ചിട്ട് നമ്മൾ അലക്ക് കല്ലിലിട്ടിട്ട് ഇതേപോലെ ഒന്ന് തല്ലി കൊടുക്കാം. അപ്പോൾ ഒരുപാട് ബലത്തിലൊന്നും തല്ലിയെടുക്കരുത്. നമ്മുടെ കൈ ഒന്ന് കുഴച്ചിട്ടിട്ട് ഒന്ന് തല്ലിയെടുത്താൽ മതി. ഒരുപാട് സ്ട്രോങ്ങിലൊക്കെ നമ്മൾ തല്ലി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ വെളുത്തുള്ളിയൊക്കെ ചീഞ്ഞു പോകും. അന്നപ്പോൾ നമ്മൾ കൈ ഒന്ന് കുഴച്ചിട്ടിട്ട് മെല്ലനെ ഇതേപോലെ ഒന്ന് അടിച്ചെടുത്താൽ മതി. ഒരു 10-15 പ്രാവശ്യം നമ്മൾ ഇതേപോലെ കൈ കുഴച്ചിട്ടിട്ട് ഒന്ന് പതുക്കനെ ഒന്ന് തല്ലിയെടുക്കാം. ഇനി നമുക്ക് ഇതൊന്ന് ഈ ഒരു മൂടിയിലേക്കൊന്ന് ചെരിഞ്ഞ് കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് ക്ലീൻ ആക്കി എടുക്കണം. അപ്പോൾ ഈ ഒരു ഫസ്റ്റത്തെ ടൈമിൽ നമ്മൾ വെളുത്തുള്ളി തൊലി കളഞ്ഞ് കിട്ടുന്നൊന്നും പ്രതീക്ഷിക്കരുത്. അപ്പോൾ നമ്മൾ ക്ലീൻ ആക്കി എടുക്കാൻ വേണ്ടിയിട്ടാണ് ഇതേപോലെ ഒന്ന് തല്ലി എടുത്തിട്ടുള്ളത്. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് ചേറി പെറുക്കിയെടുക്കണം. അതിൻ്റെ മുത്തിയൊക്കെ വേണ്ടാത്തതൊക്കെ ഒന്ന് എടുത്ത് ഒഴിവാക്കി ഒന്ന് ക്ലീൻ ആക്കി എടുക്കാൻ വേണ്ടിയിട്ടാണ് ഫസ്റ്റത്തെ ട്രിപ്പിൽ നമ്മൾ ഇതേപോലെ തല്ലിയെടുക്കുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ തല്ലിയെടുത്ത് ക്ലീൻ ആക്കുമ്പോൾ തന്നെ അതിൻ്റെ ഇടയിലായിട്ടൊക്കെ കുറച്ച് വെളുത്തുള്ളികളൊക്കെ തൊലി കളഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് എടുത്തു മാറ്റാം. അപ്പോൾ ഇതൊക്കെ നമ്മൾ ഫസ്റ്റ് ട്രിപ്പിൽ ഒന്ന് തല്ലിയെടുത്തപ്പം കിട്ടിയതാണ്, തൊലി കളഞ്ഞ് വന്നതാണ്. ഇനി നമുക്ക് നമ്മൾ ക്ലീൻ ആക്കി വെച്ചിട്ടുള്ള ഈ ഒരു വെളുത്തുള്ളി ഒന്നും കൂടി നമുക്ക് വെയിൽ കൊള്ളിച്ചെടുക്കാം. ഒരു അരമണിക്കൂർ അല്ലെങ്കിൽ ഒരു 20 മിനിറ്റൊക്കെ നമുക്ക് ഒന്നും കൂടി വെയിൽ കൊള്ളിച്ചെടുക്കാം. അപ്പോൾ നമ്മളൊന്നും കൂടി വെയിലൊക്കെ കൊള്ളിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ഒന്നും കൂടി ചാക്കിലിട്ടിട്ട് നേരത്തെ ചെയ്ത പോലെ തന്നെ ഒരു 10-15 പ്രാവശ്യം നല്ല സ്ലോ ആയിട്ട് കൈയൊക്കെ ഒന്ന് കുഴച്ചിട്ടിട്ട് മെല്ലൊന്ന് തല്ലിയെടുക്കാം. അപ്പോൾ ഇതേപോലെ ഒരു 10-15 പ്രാവശ്യം ഒന്നും കൂടി തല്ലിയെടുക്കാം. അപ്പോൾ അതൊന്നും വീഡിയോയിൽ കാണിക്കുന്നില്ല, വീഡിയോ ഒരുപാട് ലെങ്തായി പോകും. അപ്പോൾ അതുകൊണ്ട് ഇതേപോലെ സ്ലോയിലൊന്ന് 10-15 പ്രാവശ്യം തല്ലിയെടുത്തിട്ട് ഞാൻ ഈ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് ചേറിയെടുക്കാം. ചേറിയെടുത്തിട്ട് പിന്നെ നമ്മുടെ തൊലി കളഞ്ഞിട്ടുള്ള ആ ഒരു വെളുത്തുള്ളികളൊക്കെ ഒന്ന് പെറുക്കിയെടുക്കണം. അപ്പോൾ നമ്മൾ രണ്ടാമത്തെ ട്രിപ്പിൽ വെളുത്തുള്ളിയൊക്കെ ഒന്ന് തല്ലിയെടുത്തപ്പോഴത്തേക്കും ഒരുപാട് വെളുത്തുള്ളിയൊക്കെ തൊലി കളഞ്ഞു വന്നിട്ടുണ്ട്. അപ്പോൾ ആ ഒരു തൊലിയൊക്കെ നമ്മൾ ഇതേപോലെ ഒന്ന് ചേറി മാറ്റിയിട്ട് വെളുത്തുള്ളികൾ ഓരോന്നായിട്ടൊന്ന് പെറുക്കി മാറ്റിയാൽ മതി. അപ്പോൾ വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് വെളുത്തുള്ളിയൊക്കെ തൊലി കളഞ്ഞ് കിട്ടും. അപ്പോൾ ഈ ഒരു വെളുത്തുള്ളിയുടെ തൊലിയൊക്കെ ഒന്ന് ചേറി മാറ്റിയതിന് ശേഷം നമ്മൾ തൊലി കളഞ്ഞിട്ടുള്ള വെളുത്തുള്ളി ഓരോന്നായിട്ട് ഇതേപോലെ പെറുക്കിയെടുക്കാം. അതേപോലെ തന്നെ തൊലി കളയാത്ത വെളുത്തുള്ളി ബാക്ക് സൈഡിലേക്ക് ഇതേപോലെ ഒന്ന് നീക്കി കൊടുത്തിട്ട് തൊലി കളഞ്ഞ വെളുത്തുള്ളികളൊക്കെ ഒന്ന് നമുക്ക് പെറുക്കിയെടുക്കാം.
അപ്പോൾ നമുക്ക് വെളുത്തുള്ളിയുടെ ക്വാണ്ടിറ്റി കൂടുന്നതിനനുസരിച്ച് നമുക്ക് വെളുത്തുള്ളി തൊലി കളയുന്ന പണിയും വളരെ കുറഞ്ഞ് കിട്ടും. അപ്പോൾ നമ്മൾ കുറഞ്ഞ വെളുത്തുള്ളി ഇതേപോലെ ചെയ്യാതെ കൂടുതൽ അച്ചാറിടാൻ വേണ്ടിയിട്ടും അങ്ങനെയൊക്കെ ചെയ്യുന്ന വെളുത്തുള്ളി നമുക്ക് ഈ ഒരു രീതിയിൽ വളരെ എളുപ്പത്തിൽ തന്നെ തൊലി കളഞ്ഞെടുക്കാൻ കഴിയും. അപ്പോൾ ഇതിൽ തൊലി പൊളിഞ്ഞ് വന്നിട്ടുള്ള വെളുത്തുള്ളികളൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ എടുത്ത് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ഒന്നും കൂടിയും ഇതൊന്ന് വെയിലത്ത് വെച്ചിട്ട് ഒന്നും കൂടി ഒന്ന് ചാക്കിലിട്ടിട്ട് തല്ലിയെടുക്കാം. ഇത് മൂന്നാമത്തെ തവണയാണ് നമ്മൾ വെളുത്തുള്ളി വെയിലത്ത് വെച്ചിട്ട് ചാക്കിലിട്ട് തല്ലാൻ പോകുന്നത്. അപ്പോൾ മൂന്നാമത്തെ ട്രിപ്പ് ആകുമ്പോഴത്തേക്കും നമ്മുടെ വെളുത്തുള്ളി മുക്കാൽ ഭാഗം നമുക്ക് തൊലിയൊക്കെ പൊളിഞ്ഞ് കിട്ടും. അപ്പോൾ ഈ ഒരു മൂന്നാമത്തെ പ്രാവശ്യമാണ് കൂടുതൽ വെളുത്തുള്ളിയൊക്കെ തൊലി കളഞ്ഞ് കിട്ടുക. അപ്പോൾ നമുക്ക് ഇതേപോലെ ഒന്ന് കൈയൊക്കെ ഒന്ന് കുഴച്ചിട്ടിട്ട് മെല്ലെ ഒരു 10-15 പ്രാവശ്യം ഇതേപോലെ ഒന്ന് അലക്ക് കല്ലിലിട്ടിട്ട് ഇതേപോലെ തല്ലിയെടുക്കാം. അപ്പോൾ ഈ ഒരു പ്രാവശ്യം നമുക്ക് കൂടുതലായിട്ടും വെളുത്തുള്ളി തൊലി പൊളിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഒന്ന് പെറുക്കിയെടുത്താൽ മതി. പിന്നെ ബാക്കിയുള്ളത് നമുക്ക് കൈ വെച്ചിട്ട് തന്നെ ഒന്ന് അടർത്തും എടുക്കുമ്പോഴത്തേക്കും ബാക്കിയുള്ള വെളുത്തുള്ളിയും തൊലിയൊക്കെ പോയി കിട്ടും. അപ്പോൾ അതല്ല കൂടുതലായിട്ട് വെളുത്തുള്ളി ഉണ്ടെങ്കിൽ നമുക്ക് ഇനിയും ഇതേപോലെ തന്നെ റിപ്പീറ്റ് ചെയ്ത് എല്ലാ വെളുത്തുള്ളിയും തൊലി കളഞ്ഞെടുക്കാൻ കഴിയും. അപ്പോൾ നമുക്ക് ഈ ഒരു രീതി ചെയ്യുകയാണെങ്കിൽ അച്ചാറിടാൻ വേണ്ടിയിട്ട് നമുക്ക് എത്ര കിലോ വേണമെങ്കിലും വെളുത്തുള്ളിയൊക്കെ തൊലി കളഞ്ഞെടുക്കാൻ കഴിയും. അപ്പോൾ ഇതിൻ്റെ മുമ്പ് ഞാനൊരു വെളുത്തുള്ളി തൊലി കളയുന്ന ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. ഒരു 6 ലക്ഷം ആൾക്കാരോളം ആ ഒരു വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അച്ചാറിടാനാണെങ്കിൽ നമുക്ക് ഈ ഒരു രീതിയാണ് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ളത്. അപ്പോൾ ആ ഒരു വീഡിയോ സപ്പോർട്ട് ചെയ്ത പോലെ തന്നെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു. അപ്പോൾ ഈ ഒരു വീഡിയോ യൂസ്ഫുള്ളായി തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് അടിച്ച് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഈ ഒരു രീതിയിലാണെങ്കിൽ നമുക്ക് ഒരു തുള്ളി വെള്ളമൊന്നും ഉപയോഗിക്കാതെ തന്നെ വെളുത്തുള്ളി തൊലി കളഞ്ഞെടുക്കാൻ കഴിയും. അതേപോലെ തന്നെ നമുക്ക് ഇതിൻ്റെ ഗുണവും ഒന്നും പോവാതെ തന്നെ കിട്ടും. അതേപോലെ തന്നെ നമുക്ക് മരുന്നുണ്ടാക്കാനാണെങ്കിലും അച്ചാറിടാനാണെങ്കിലും ഒക്കെ നമുക്ക് ഈ ഒരു രീതിയിൽ ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. പിന്നെ നമ്മുടെ എത്ര ചെറിയ വെളുത്തുള്ളി ആണെങ്കിലും എത്ര കിലോ വെളുത്തുള്ളി ആണെങ്കിലും നമുക്ക് ഈ ഒരു രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ചെറിയ കുഞ്ഞു വെളുത്തുള്ളി വരെ തൊലി കളഞ്ഞെടുക്കാൻ കഴിയും. അപ്പോൾ എല്ലാവരും ഒന്ന് ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ ഒന്ന് അറിയിക്കുക. അതേപോലെ തന്നെ അച്ചാറിടാൻ ഇഷ്ടമുള്ളവർക്കൊക്കെ ഒന്ന് ഈ ഒരു ലിങ്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഈ ഒരു രീതിയിൽ നമ്മൾ വീട്ടിൽ 5 കിലോ വെളുത്തുള്ളിയൊക്കെ ഈസി ആയിട്ട് തന്നെ തൊലി കളഞ്ഞെടുക്കാറുണ്ട്. അപ്പോൾ ഈ ഒരു മെത്തേഡാണ് ഉപയോഗിക്കാറുള്ളത്. അപ്പോൾ അച്ചാറിടാനൊക്കെ ഈ ഒരു മെത്തേഡാണ് ഏറ്റവും ബെസ്റ്റ്. അപ്പോൾ നമുക്ക് ബാക്കി വന്നിട്ടുള്ള തൊലി പോവാത്ത വെളുത്തുള്ളിയൊക്കെ പിന്നെയും ഒന്ന് ചാക്കിലിട്ടിട്ട് ഒന്നും കൂടി ഒന്ന് തല്ലിയെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ 4ാമത്തെ തവണ നമ്മൾ വെളുത്തുള്ളി തല്ലിയെടുത്തപ്പോഴത്തേക്കും ഒരുവിധം വെളുത്തുള്ളി എല്ലാം തൊലി പോയി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നേരത്തെ ചെയ്ത പോലെ തന്നെ തൊലി കളഞ്ഞിട്ടുള്ള വെളുത്തുള്ളിയൊക്കെ പെറുക്കിയെടുക്കാം. അപ്പം ബാക്കിയുള്ളതൊക്കെ ഏകദേശം തൊലിയൊക്കെ പോയി വന്നിട്ടുള്ളതാണ്. കൈ വെച്ചിട്ട് ഇതേപോലെ ഒന്ന് ആക്കി കൊടുത്താൽ തന്നെ തൊലിയൊക്കെ പോയി കിട്ടും. അപ്പോൾ ഈ ഒരു വെളുത്തുള്ളി തൊലി കളയാൻ വേണ്ടിയിട്ട് നമ്മൾ കത്തിയോ വെള്ളമോ ഒന്നും ഉപയോഗിച്ചിട്ടില്ല. അപ്പോൾ വളരെ ഈസി ആയിട്ട് നമുക്ക് എത്ര കിലോ വെളുത്തുള്ളി വേണമെങ്കിലും ഈ ഒരു രീതിയിൽ തൊലി കളഞ്ഞെടുക്കാവുന്നതാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുക. അതേപോലെ തന്നെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുള്ളായി തോന്നുന്നുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. ഇനിയും ഇതേപോലെ പുതിയ ടിപ്സ് വീഡിയോസുമായിട്ട് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.